ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞങ്ങൾ സുഭാഷ് പാർക്കിൽ പോവാണ്. ഞാനും കാത്തൂസും മാത്രമല്ല, എൻ്റെ ഫ്രണ്ടും പിന്നെ അവളുടെ മോളുമായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് മീറ്റാണ്. കാത്തു അവിടുത്തെ ആ കുഞ്ഞിനെ കണ്ടിട്ടില്ല. അവരിങ്ങനെ ഫോൺ വഴിയുള്ള കോൺടാക്റ്റേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ വന്നു. പിന്നെ നമ്മൾ ഊബർ വിളിച്ചിട്ട് സുഭാഷ് പാർക്കിലോട്ട് പോയി. അപ്പം ഫസ്റ്റ് ടൈമാണ് അവർ കാണുന്നത് കേട്ടോ. പക്ഷേ ഇവർ തമ്മിലൊന്നും മിണ്ടുന്നൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞു, സുഭാഷ് മാർക്കിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു കൈ പിടിച്ചുകൊണ്ടൊക്കെ പോകുമെന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ രണ്ടുപേരും നാണം കൊണ്ട് മാറി നിൽക്കുകയായിരുന്നു. പിന്നെ എന്തായാലും കൈയും പിടിച്ചുകൊണ്ടൊക്കെ പോയി, ഒരുമിച്ച് കളിക്കാനൊക്കെ പോയി. ആദ്യമൊക്കെ രണ്ടുപേരും അറ്റാച്ച്മെൻറ്റ് വളരെ കുറവായിരുന്നു. എന്താ പറയുക, അങ്ങോട്ട് മാറി നിൽക്കുകയായിരുന്നു. രണ്ടുപേർക്കും നാണക്കേടായിരുന്നു. ഫസ്റ്റ് ടൈം കാണുന്നതുകൊണ്ടായിരിക്കും. ഫോണിൽ കൂടെ ഒക്കെ മെസ്സേജ് അയക്കുമെങ്കിലും ആദ്യമായിട്ടാണ് ഇവർ മീറ്റ് ചെയ്യുന്നത്. അങ്ങനെ കാത്തു ആണെങ്കിൽ ഓരോന്നിനകത്ത് കയറി കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ മറ്റേ ആളിങ്ങനെ പേടിച്ച് മാറി നിൽക്കുക. പക്ഷെ അയാൾക്ക് കയറണം എന്നുണ്ട്. കാത്തു ഒരാളും ചെറുതാണ്. അപ്പോൾ കാത്തുവാണെങ്കിൽ ഓരോന്നൊക്കെ കാണിച്ച് കൊടുക്കുകയാണ്. പിന്നെ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നുന്നത് വെച്ചാൽ, കാത്തു സാധാരണ പാർക്കിലൊക്കെ വരുമ്പോൾ എല്ലാവരും ഓടിച്ചാടി കളിക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇപ്രാവശ്യം ഈ മോൾ ഉണ്ടായതുകൊണ്ടായിരിക്കും ഇയാളുടെ കൂടെ തന്നെ നിൽക്കുകയായിരുന്നു കേട്ടോ. ഒരു ചേച്ചിയമ്മയെ പോലെയൊക്കെ ആയിരുന്നു ആൾ കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴാണ് നമ്മൾ മനസ്സിലാവുന്നത് കാത്തൂസും വളർന്നു എന്നൊക്കെ. സത്യം പറഞ്ഞാൽ അത് കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. കാത്തു ഭയങ്കര കെയറിങ് ആയിട്ടാണ് ആളെ കൊണ്ട് നടക്കുന്നത് കേട്ടോ. ആളും ഭയങ്കര കാര്യമാണ്. ചേച്ചിയായിട്ട് നിന്ന് കളിയൊക്കെ ആയിരുന്നു. അവിടെ നിന്ന് പാത്തിരിപ്പൊക്കെ കളിച്ചു. നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നത്? ഹൈഡ് ആൻഡ് സീക്കാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ രണ്ടൊരു ക്ഷീണിച്ചപ്പോൾ നമ്മൾ വെള്ളം കൊടുത്തു. അതിനകത്ത് സെയിമാണ്. രണ്ടുപേരുടെയും കുപ്പി കണ്ടില്ലേ? രണ്ടുപേരുടെയും കുപ്പി ഒരേപോലത്തെയാണ്. അങ്ങനെ അവിടെ ഓരോ റൈഡിലും കയറുമ്പോഴും ഇയാളിങ്ങനെ കൈയൊക്കെ പിടിച്ച് ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് കെയറായിട്ടാണ് കൊണ്ടുവരുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഐസ്ക്രീമൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് ഒരു ഐസ്ക്രീം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോഴത്തേക്കും രണ്ടുപേരും നല്ല കുഴഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു ഇങ്ങോട്ട് മാറിയപ്പോഴത്തേക്കും കാത്തുവിന് ഭയങ്കരമായിട്ട് തല കറങ്ങുന്നമ്മയെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ദേഹത്തോട്ട് അങ്ങ് വീണു. ഞാൻ ശരിക്കും പേടിച്ചു പോയി കേട്ടോ. അപ്പോൾ എന്താണ് ഈ വെയിലത്ത് നിന്ന് കളിച്ചത് കൊണ്ടായിരിക്കും. പിന്നെ കുറച്ച് നേരം ആ വെയിലത്തു നിന്ന് മാറ്റി ഇച്ചിരി വെള്ളമൊക്കെ കൊടുത്തപ്പോഴത്തേക്കും കുഞ്ഞൊന്ന് ഓക്കെ ആയി. പിന്നെ നമ്മൾ കളിക്കാനായിട്ട് അങ്ങോട്ട് വിട്ടില്ല. പിന്നെ ആ ഒരു തണലത്ത് പോയിരുന്ന് നമ്മൾ കാറ്റൊക്കെ കൊണ്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ വീട്ടിലോട്ട് പോയത് ഗൈസ്. അപ്പോൾ വീഡിയോ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.